വചനധ്യാനത്തിനായിട്ട് സങ്കീർത്തനങ്ങൾ 12:1. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. മഹത്വമുള്ള പരിശുദ്ധ പിതാവേ, അപ്പച്ചൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ ആയിരിക്കാൻ ഞങ്ങളുടെ ജനമാകുന്ന ഞങ്ങൾക്ക് ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ആരാധിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ ഇന്നത്തെ പകൽക്കാലവും അങ്ങയുടെ ദയാകൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞല്ലോ. അങ്ങയുടെ പരിശുദ്ധ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി തരുന്നു. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന ഈ വാക്കുകളിൽ ഞങ്ങൾ കാണുന്ന കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കി ഞങ്ങളും തിരുസന്നിധിയിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾക്കൊരു ദാഹം തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. തിരഹിത പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണം. അങ്ങയുടെ സഭയെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാട്ട്. നമ്മൾ കേട്ട വചനം ഞാൻ ഒന്നുകൂടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 12, 1 വാക്യം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. Help, O Lord, for the godly man cease, for the faithful fail from among the children of men. ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. അത് ഈ കാലഘട്ടം മാത്രമല്ല, that has been there from the ancient times. പുരാണമായ കാലഘട്ടം മുതൽ തന്നെ, പഴയ നിയമ കാലഘട്ടം മുതൽ തന്നെ അങ്ങനെയുണ്ട്. ദൈവത്തെ അറിയുന്ന ജനത്തെ, ദൈവത്തെ സ്നേഹിക്കുന്ന ജനത്തെ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ വേണ്ടും വണ്ണം തന്നെ അന്വേഷിക്കാതെ, വേണ്ടും വണ്ണം തന്നെ സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു ജനത്തെ കണ്ടിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ഭക്തരുടെ ഹൃദയത്തിലേക്ക് ആ പ്രേരണ കൊടുക്കുക, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, അങ്ങയുടെ ഭക്തന്മാർ ഞാൻ ഈ താമസിക്കുന്ന ദേശത്ത് ഉണ്ടാകണമേ. അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ജനത്തെ ഈ ദേശത്ത് അവിടുന്ന് വളർത്തിയെടുക്കണമേ. അങ്ങയെ അറിയാത്ത ദേശങ്ങളിൽ അങ്ങയുടെ ദാസീദാസന്മാരെ അയച്ച് അങ്ങയെ ഒരു സ്നേഹിക്കുന്ന ഒരു ജനത്തെ കർത്താവെ അവിടെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആരാണ് ഈ ഭക്തന്മാരെന്ന് പറയുന്നത്? ഹൂ ഈസ് ഗോഡ്ലി? ഭക്തന്മാരെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ എപ്പോഴും പാട്ടുപാടുന്നവരെയാണോ ഭക്തന്മാരെന്ന് പറയുന്നത്? ദൈവവചനം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരെയാണോ ഭക്തന്മാരെന്ന് പറയുന്നത്? ദൈവവചനം പ്രസംഗിക്കുന്നവരെയാണോ ഭക്തന്മാരെന്ന് പറയുന്നത്? ദൈവസഭയിലേക്ക് കടന്നു വന്ന് ദൈവസഭയുടെ ഭാഗമായി തീർന്നവരെ എല്ലാം ഭക്തന്മാരെന്ന് പറയാൻ പറ്റുമോ? നമ്മളീ പറഞ്ഞതൊക്കെ ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനാണ്, പുറത്ത് കാണുന്ന ചില പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഫലങ്ങളാണെങ്കിൽ തന്നെയും യഥാർത്ഥ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഒത്തിരി അപ്പുറമാണ്. ഗോഡ്ലി അല്ലെങ്കിൽ ഭക്തൻ, അല്ലെ മാൻ ഹു ഫിയേഴ്സ് ഗോഡ് ഈസ് മച്ച് മോർ ദാൻ വാട്ട് വി ഹാവ് ഹേർഡ് ബീങ് എക്സ്പ്ലെയിൻഡ്. ഇപ്പൊ വിശദീകരിച്ച് കേട്ടതിനേക്കാളൊക്കെ ഒത്തിരി അപ്പുറമാണ്. ദൈവവചനത്തിൽ ഭക്തന്മാരുടെ ഒരു വലിയ ലിസ്റ്റുണ്ട്. നോഹയുടെ കാലം മുതൽ ഇങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാരെ കുറിച്ച് ഒരുപാട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ, പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഭക്തന്മാർ, യഹോവയുടെ ഭക്തന്മാർ ഉണ്ടായിരുന്നു, അവരിന്നുമുണ്ട്. പക്ഷെ കുഴപ്പം എന്താണെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു. ഭക്തന്മാർ കൂടി വരുന്നു എന്നുള്ളതല്ല, ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഭക്തന്മാരായിരുന്നവര് ഇന്ന് ഭക്തിയില്ലാത്തവരായി മാറി. അവർ കുറയുകയാ, എണ്ണത്തിൽ കുറയുകയാ. ദൈവവചനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബിനെ കുറിച്ച് ഭക്തനായിട്ട് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ കൊർന്നല്യോസിനെ കുറിച്ച് ഭക്തൻ എന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ഒക്കെ നോക്കി, അവരൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഭക്തരായിരുന്നു. അപ്പൊ ഈ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അതൊരു നിർവചനം. ഹൗ ഡു വി ഡിഫൈൻ എ ഗോഡ്ലി പേഴ്സൺ? എ പേഴ്സൺ who has deep reverence, awe and respect for God. ആദ്യം നമ്മൾ ചിന്തിക്കണമേ, ഭക്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് റെവറൻസ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് awe and respect towards God. ദൈവസന്നിധിയിലേക്ക് ദൈവമെന്ന് പറഞ്ഞാൽ ആഴമേറിയ അഗാധമേറിയ ഒരു സ്നേഹം, ഒരു ബഹുമാനം. എപ്പോഴും ഓർക്കണം, ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ടെറർ ഫിയർ. ടെറർ ഫിയർ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? വലിയ അപകടം സംഭവിക്കും എന്ന് ഓർത്ത് നമ്മളെ ഭയപ്പെടുന്നതിനെയാണ് ടെറർ ഫിയർ എന്ന് പറയുന്നത്. ദൈവം എന്നെ നരകത്തിലയക്കും, അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും ആപത്തുകളിലേക്ക് എന്നെ നടത്തും, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പിന്നാലെ പോയില്ല എങ്കിൽ ദൈവം എന്തെങ്കിലും ആപത്തങ്ങളോ രോഗങ്ങളോ അനർത്ഥങ്ങളോ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതൊന്നും വരാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു. അതല്ല റെഫറൻസ്. ദൈവത്തോടുള്ള നമ്മുടെ ബഹുമാനം, ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്ന വേർഡിന്, ഫിയർ ഓഫ് ഗോഡിന് പറയുന്നതാണ് റെവറൻസ് ഫോർ ഗാഡ്. ആ റെവറൻസ്, ആ ഭയം അല്ലെങ്കിൽ ആ ബഹുമാനം ആഴമേറിയതായിരിക്കണം, സൂപ്പർഫിഷ്യൽ ആവരുത്. ആഴമേറിയ ഒരു ബഹുമാനം. ആഴമേറിയ ബഹുമാനം എന്ന് പറയുന്നത് പൊതുവിൻ്റെ മുമ്പിൽ കാണിക്കാത്ത ബഹുമാനമാണ്. ഈ സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് കാണിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീക ചേഷ്ടതകൾ. എന്നാൽ ആഴമേറിയ ദൈവസ്നേഹം അല്ലെങ്കിൽ ആഴമേറിയ ഭക്തി എന്ന് പറയുന്നത് മനുഷ്യർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരും കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും, നാം ആയിരിക്കുന്ന ദേശത്ത് നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കകലെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ആ ഭയം അവിടെ ഉണ്ട്. So, reverence, a godly person means a person who has deep reverence, awe and respect for God. What would happen? That leads to a life of righteousness, integrity and obedience to his divine commandments. നമ്മൾ മറന്നു പോകരുത്, ഈ ഭയം, ഈ റെവറൻസ്, ഈ ബഹുമാനം, ഈ ദൈവഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മളെ എന്തിലേക്ക് നയിക്കുമെന്നറിയാമോ? നീതിയുക്തമായ ഒരു ജീവിതത്തിലേക്ക്, ദൈവനീതിയുള്ള ഒരു ജീവിതത്തിലേക്ക്. ലോകം എന്നെ അറിയുന്നതിനപ്പുറം എൻ്റെ ദൈവം എന്നെ അറിയുന്നു. ലോകത്തിൻ്റെ മുമ്പിലുള്ള നീതിയല്ല. ഐ ആം നോട്ട് സ്റ്റാൻഡിങ് ഫോർ ആസ് എ റൈച്ചസ് പേഴ്സൺ ബിഫോർ മാൻ. നോ, ഈ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ നീതിമാൻ എന്ന് പറയുവാനുള്ള ആ വിളിക്കല്ല ഞാൻ നിൽക്കുന്നത്. പിന്നെയോ, ദൈവ സന്നിധിയിൽ എനിക്ക് നീതി വേണം. എൻ്റെ അകമറിയുന്ന, എൻ്റെ രഹസ്യ ജീവിതം അറിയുന്ന, എൻ്റെ ഇന്റൻഷൻസ്, എൻ്റെ ജീവിതത്തിലെ ഓരോ ചിന്തകളെയും നിരൂപണങ്ങളെയും ഗ്രഹിക്കുന്ന ദൈവസന്നിധിയിലുള്ള നീതി. ആ നീതിയിലേക്കാണ് ഈ റെവറൻസ്, ഈ ബഹുമാനം നമ്മളെ നയിക്കുന്നത്. അതുമാത്രമല്ല, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം, അല്ലെങ്കിൽ ദൃഢത, അല്ലെങ്കിൽ സത്യസന്ധത, അതിലേക്ക് നയിക്കുന്നു. ആൻഡ് ദ ടോട്ടൽ ഒബീഡിയൻസ് ടു ഹിസ് ഡിവൈൻ കമാൻഡ്മെന്റ്സ്. അവൻ്റെ കൽപ്പനകളോടുള്ള ബഹുമാനത്തിൽ സമ്പൂർണമായി താണിരുന്നു കൊണ്ട് എന്നോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ള ആ ഭയത്തിൽ ഇരിക്കുന്ന മനുഷ്യനാണ് ഭക്തൻ എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇയ്യോബിനെ കുറിച്ച് കർത്താവ് എഴുതിയിരിക്കുന്നത്, യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഒരു മനുഷ്യൻ ദൈവഭക്തനായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി നിഷ്കളങ്കനായി തീരും. എന്ന് പറഞ്ഞാൽ ഒന്നും മറച്ചു വെക്കത്തില്ല, മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കത്തില്ല, മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കത്തില്ല, മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള റൂമിൽ അഭിനയിക്കത്തില്ല. നിഷ്കളങ്കനായ മനുഷ്യനാണ്. നമ്മൾ ചിലരെ കുറിച്ച് പറയത്തില്ലയോ, അതൊരു നിഷ്കളങ്കനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കപടമില്ലാത്ത മനുഷ്യൻ. ഒരു ദൈവഭക്തന്റെ പ്രത്യേകത ഏതാ? ഉള്ളിൽ കപടമില്ല. വാട്ട് യു സീ ഔട്ട്സൈഡ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹി ഈസ് ഓർ ഷീ ഈസ് ഇൻസൈഡ്. നമ്മൾ പുറത്ത് എങ്ങനെയാ വ്യക്തിയെ കാണുന്നുവോ, ഒരുപക്ഷെ അതിനേക്കാൾ നിർമ്മലതയായിരിക്കും അകത്ത്. നേരുള്ളവനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിന് വേണ്ടി നിൽക്കും. അതിൻ്റെ അർത്ഥം ആള് പെർഫെക്റ്റ് ആകണമെന്നില്ല. വീണു പോകുന്ന ആളായിരിക്കാം ചിലപ്പോൾ. പക്ഷേ വീഴുകയാണെങ്കിൽ ഞാൻ വീണു പോയെന്ന് സമ്മതിക്കും. അവൻ നേരിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ് ഭക്തൻ. ദോഷം വിട്ടകലുന്നവനാ. ദോഷം ജീവിതത്തിലേക്ക്, ഈവിൾ, ഏതെങ്കിലും രീതിയിൽ ഈവിൾ വരുന്നെങ്കിൽ he will run away from evil, he will hate evil. ഇയ്യോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്.
നമുക്കറിയാം ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഈ 66 പുസ്തകങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത് മോസസ് അല്ലേ, മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത്. മോശയുടെ 5 പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യത്തെ. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്നത് മോശയാണ്. പക്ഷേ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇയ്യോബിന്റെ പുസ്തകത്തിനകത്തെങ്ങും ഇസ്രായേലിന്റെ ചരിത്രം എഴുതിയിട്ടില്ല. ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ അതിനകത്ത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും കുറിച്ചോ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ പരാമർശത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അബ്രഹാമിനെ കുറിച്ച് പോലും എഴുതിയിട്ടില്ല. അതിന്റെ അർത്ഥം അബ്രഹാമിന് മുമ്പേ ആയിരിക്കാം ഇയ്യോബ് ജീവിച്ചിരുന്നത്. സോ ഈ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് തനിക്ക് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുവാനും അബ്രഹാമിലൂടെ തനിക്ക് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ പോകുന്നു എന്ന് അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് ദൈവം എഴുതിയിരിക്കുന്നു ഇയ്യോബ്. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ കാലഘട്ടത്തിലും ഭക്തകളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറൊരു ഭക്തനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കണം കേട്ടോ. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഭക്തനാവാനാ കേട്ടോ. പാട്ടുകാരനോ പ്രസംഗക്കാരനോ ഒന്നും ആകാനല്ല, അത്ഭുതങ്ങൾ നടത്തുവാനല്ല. ഒരു പക്ഷേ അതിനൊക്കെ ദൈവം നമ്മളെ ഉപയോഗിച്ചേക്കാം, തന്റെ കൃപാവരങ്ങളെ തന്ന് ഇതിനൊക്കെ ഉപയോഗിച്ചേക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹി എക്സ്പെക്ട്സ് us to be godly. He expects us to be persons who fear him. Praise God. കർത്താവ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവഭക്തനും ദൈവഭക്തകളുമായി തീരാനാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കൊർന്നല്യോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ ഭക്തനും, ശ്രദ്ധിച്ചേ, അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഒരു ഭക്തന്റെ പ്രത്യേകതയാണ് അവിടെ കണ്ടത്. ആ ഭക്തൻ തനിക്ക് തന്നെ പ്രയോജനമുള്ളവനായി മാത്രം ജീവിക്കുകയല്ല, മറ്റുള്ളവർക്കും അവൻ പ്രയോജനമുള്ളവനാണ്. മറ്റുള്ളവർക്കും അവർ പ്രയോജനമുള്ളവരാ. ജനത്തിന് ധർമ്മം കൊടുക്കുകയും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്തന്മാരെന്ന് പറയുന്ന വാക്ക് വളരെ ആഴമേറിയ ഒരു വാക്കാണ്. It is some divine demanding is there on that title. Hallelujah. ആ പേരിനകത്ത്, ആ ഭക്തൻ എന്നുള്ള വാക്കിനകത്ത്, ആ നാമത്തിനകത്ത്, ആ നൗണിനകത്ത് ഒരു വലിയ സ്പിരിച്വൽ ഡിമാൻഡിങ് ഉണ്ട്. ദൈവം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളും പറയുകയാണെന്നറിയാമോ, ഞാൻ ഒരു ദൈവ ഭക്തനാണെന്ന് പറയുമ്പോൾ, ഐ ആം എ ഗോഡ്ലി മാൻ, ഐ ആം എ ഗോഡ്ലി വുമൻ എന്ന് പറയുമ്പോൾ there is a demand on you. നമ്മളിൽ നിന്ന് ദൈവം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ പകൽക്കാലം അതാ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സങ്കീർത്തനത്തില് 25-ാം സങ്കീർത്തനത്തില് ഒരു മനോഹരമായ വാക്യമുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വായിക്കട്ടെ, കേൾപ്പിക്കട്ടെ. Psalms 25 verse 12, 13 and 14. സങ്കീർത്തനങ്ങൾ 25-ന്റെ 12, 13, 14 വാക്യങ്ങൾ. യഹോവ ഭക്തനായ പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. സി, നമ്മുടെ യഹോവ ഭക്തനായി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ ഭക്തനാണെന്ന് ദൈവം എന്നെ അംഗീകരിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? ഞാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവൻ എനിക്ക് കാണിച്ചു തരുമെന്ന്. What an amazing calling. What an amazing spiritual benefit in it. When you and I say that I am a follower of Christ, I am a devout of Jesus Christ, I am a disciple of Christ, and I fear the Lord. എൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? ഞാൻ എടുക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരും. എന്നാൽ എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഭാരമുണ്ടാകത്തില്ല. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അവൻ അതാത് സമയങ്ങളിൽ എനിക്ക് പറഞ്ഞു തരും, കാണിച്ചു തരുമെന്ന്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഭാവി എന്ന് പറയുന്നത്, ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടോട്ടലി അൺസർട്ടൻ ആൻഡ് ഹിഡൻ. None of us know tomorrow this time what would happen to us. From 10 years from today, where will we be? What we will be? What would be our condition? None of us would ever know. ഇന്നേക്ക് 10 വർഷത്തിനപ്പുറത്ത് നമ്മൾ എവിടെയാണ്, നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നു, യഹോവ ഭക്തനായ മനുഷ്യനാണെങ്കിൽ അവൻ ഉറപ്പുണ്ട്, ഇന്ന് മുതൽ മുന്നോട്ട് ഓരോ ദിവസങ്ങളിലും എന്നെ നയിക്കുന്നത് എൻ്റെ കർത്താവ്. 10 വർഷം കഴിഞ്ഞ് ഞാൻ എവിടെയായിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തേനെക്കാട്ടി ഞാൻ താഴത്തില്ല, ഇന്നത്തേക്കാൾ ഞാൻ ഉയരും. കാരണം എന്നെ നയിക്കുന്നത് ദൈവമാണ്.
യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ആം സേയിങ്? അപ്പോൾ ഒരു ഭക്തനായല്ലേ പറ്റൂ നമുക്ക്. ഒരു ഭക്തനാകുമെന്ന് പറഞ്ഞാൽ സോ മച്ച്. ഒരു ഫുഡിനെ കാണുമ്പോൾ അത് അപ്പറ്റൈസിങ് ആണെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരു സ്പിരിച്വലി അപ്പറ്റൈസിങ് ആയിട്ടുള്ള ഒരു കോളിംഗ് ആണ് ബീയിങ് എ ഗോഡ്ലി പേഴ്സൺ. ദൈവഭക്തനായി തീരുക. ബാക്കിയൊന്ന് ശ്രദ്ധിച്ചേ. യഹോവ ഭക്തനായ പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? 3 നേരവും വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് നല്ല ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നല്ല വണ്ടിയെ കയറി നടക്കും. ആ സുഖത്തെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിൻ്റെ റൈറ്റ് ട്രാൻസ്ലേഷനാണ് കിങ് ജെയിംസ് വേർഷനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹിസ് സോൾ ഷാൽ ഡ്വെൽ അറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഹൃദയത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കുമെന്നതിൻ്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. അവൻ സുഖത്തോടെ വസിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ നമ്മൾ ഇങ്ങനെ വായിക്കണം, അവൻ സ്വസ്ഥതയോടെ വസിക്കും. അതിപ്പരം എന്താ നമുക്ക് വേണ്ടത്? എല്ലാം ഉണ്ടായിട്ട് ഉറങ്ങാൻ കഴിയാത്തവരായി, എല്ലാം ഉണ്ടായിട്ടൊന്നും സന്തോഷത്തോടെ ചിരിക്കാൻ കഴിയാത്തവരായി, എല്ലാം ഉണ്ടായിട്ട് സന്തോഷത്തോടെ ഒരു മിനിറ്റ് ഭയമില്ലാതിരിക്കുവാൻ തക്കവണ്ണം കഴിയാത്തവരായി എത്രയോ കോടി മനുഷ്യര് വിശ്വാസികളെന്ന് പറയുന്നവരിലും അവിശ്വാസികളിലും ഉണ്ട്. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് പറയുക, നീ എൻ്റെ ഭക്തനാണെങ്കിൽ നിനക്ക് ഞാനൊരു വാഗ്ദത്തം തരിക, നിന്റെ ജീവിതകാലമൊക്കെയും നീ സ്വസ്ഥതയോടുകൂടെ വസിക്കും. അപ്പം അറിയണ്ടേ എങ്ങനെയാ ഒരു ഭക്തനാവേണ്ടതെന്ന്? ഹല്ലേലൂയ. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതി ഇല്ലാതാവത്തില്ലെന്ന്, നിന്റെ സന്തതി നശിച്ചു പോകത്തില്ലെന്ന്, നിന്റെ സന്തതിയെ അവൻ പരിപാലിക്കുമെന്ന്. ഹി വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ജനറേഷൻസ് ഈവൻ ഇഫ് യു ലീവ് ദിസ് വേൾഡ്, ബട്ട് യുവർ ജനറേഷൻ വിൽ നെവർ ബി പുട്ട് ടു ഷെയിം. നിന്റെ തലമുറകൾ, നിന്റെ സന്തതികൾ അപമാനിക്കപ്പെടുവാൻ തക്കവണ്ണം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കത്തില്ല. അവരെ അവകാശികളാക്കി മാറ്റും ദേശത്തിൻ്റെ. ഈ ദേശത്തിൻ്റെ വരവ് മാത്രമല്ല, വരുവാനുള്ള പുതിയ ദേശത്തിൻ്റെ, പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും അവകാശികളായി അവർ മാറും. ആത്മീകാർത്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അടുത്ത വാക്യം കൂടെ നോക്കിക്കേ. അത് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. What an amazing thing. God will become your friend. നോക്കിക്കേ. Hallelujah. The secret of the Lord is with them that fear him and he will show them his covenant. ഈ സഖിത്വം എന്ന വാക്കിന് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? യഹോവ തൻ്റെ രഹസ്യങ്ങളെ അവരോട് പറയുമെന്ന്. ഈ സഖി എന്നുള്ള വാക്ക് എന്താണെന്നറിയാമോ? നമ്മുടെ ഉത്തമ കൂട്ടുകാരനോട് നമ്മൾ എന്ത് പറയുന്നറിയാമോ? നമ്മുടെ സകല രഹസ്യങ്ങളും പറയും. മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്, യഹോവയുടെ സഖിത്വം നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഹി വിൽ ബിക്കം അവർ ഫ്രണ്ട്. പക്ഷേ അതിനേക്കാൾ ആഴമേറിയ ഒരു അർത്ഥമാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് കൊടുത്തിരിക്കുന്നത്. ദ ലോർഡ് വിൽ ഷെയർ ഹിസ് സീക്രട്ട് വിത്ത് ദ ഗോഡ്ലി, വിത്ത് ദം ദാറ്റ് ഫിയർ ഹിം, ദാറ്റ് വിത്ത് ദ ഗോഡ്ലി. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കർത്താവിൽ നിന്ന് രഹസ്യങ്ങൾ അറിയണം? അതാ കർത്താവ് ഭക്തന്മാർക്ക് ചെയ്തിരുന്നത്. കർത്താവ് ചെയ്യാൻ പോകുന്നതൊക്കെ തൻ്റെ ഭക്തന്മാരോട് അറിയും. ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരോട് പറയാതെ യഹോവ ഒന്നും ചെയ്യത്തില്ലെന്ന്. കർത്താവിൻ്റെ രഹസ്യങ്ങൾ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്സ് ഓഫ് ദ ലോർഡ്. വാട്ട് ഈസ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഗോഡ്, ഹി വിൽ റിവീൽ ഇറ്റ് ടു അസ് വെൻ യു ആൻഡ് ഐ ബിക്കം ഗോഡ്ലി. അടുത്ത വാക്യം നോക്കിയേ. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ഹി ഷാൽ ഷോ ദം ഹിസ് കവനന്റ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു ഭക്തനായി തീരുവാൻ, ഒരു ഭക്തയായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ആവശ്യം എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇനി മുന്നോട്ടുള്ള സമയം ഞാൻ വളരെ കുറച്ച് സമയമേ എടുക്കത്തുള്ളൂ. ചിലപ്പോൾ ഇച്ചിരി കൂടുതലായി പോവും. അത് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്ന രീതിയിൽ. പക്ഷെ നമുക്ക് പ്രയോജനമുള്ളത്, ഒന്നും മറഞ്ഞു പോകാതെ വണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ ഉപവാസത്തിൻ്റെ നാളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ഒരു 80-90 വർഷമൊക്കെ ഈ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു വ്യക്തിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനല്ല, പിന്നെയോ നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ കർത്താവിനും മനുഷ്യനും പ്രയോജനമുള്ളവരായിട്ട് നമുക്ക് തീരണമെങ്കിൽ കർത്താവിൻ്റെ ഭക്തനായി, കർത്താവിൻ്റെ സഖിയായി, കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. What are the characteristics or traits of a godly person? ഒരു യഹോവ ഭക്തൻ്റെ, ഒരു ദൈവഭക്തൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നു. നമ്പർ 1, he or she puts God first and fear him.
ഒരു യഹോവ ഭക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തൻ്റെ മുമ്പാകെ ആദ്യം വയ്ക്കും. ഒരു യഹോവ ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു യഹോവ ഭക്തയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഹി ഹാസ് ഓർ ഹി ഹാസ് ഇൻ ഹാഡ്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഈ ലോകത്തിലുള്ളത് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ശരി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നാമൻ ദൈവമായിരിക്കും. അതുമാത്രമല്ല, മറ്റെന്തിനേക്കാളും അധികം ദൈവത്തെ ഭയപ്പെടും. മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ ടെറർ ഫിയർ അല്ല, അനർത്ഥം വരുമെന്നുള്ള പേടിയല്ല, പിന്നെയോ ദൈവത്തെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും പറയുകയാണ് ഞാൻ യഹോവ ഭക്തനാണ്, ഞാൻ ദൈവഭക്തനാണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ പരീക്ഷിക്കേണ്ടത് ഇതാ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ അധികം വലുതായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? മറ്റെല്ലാറ്റിനും കൊടുക്കുവാൻ എനിക്ക് സമയമുണ്ട്, പക്ഷെ ദൈവത്തിന് കൊടുക്കുവാൻ എനിക്ക് സമയമില്ലെങ്കിൽ സഹോദര സഹോദരി പറയരുത് എല്ലാറ്റിനും മുമ്പേ ഞാൻ ദൈവത്തെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. കർത്താവിനെ എപ്പോഴും തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഭക്തനാണ് ആ പാട്ട് പാടാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്കറിയാം മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, മോസസിനെ കുറിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മോസസ് വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഹിസ് ഹൗസ്. അവൻ്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. മോശയുടെ ജീവിതത്തിലൊന്ന് നോക്കിയേ. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നേതാവായിരുന്നു മോസസ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, ഫ്രം ദ ക്യാപ്റ്റിവിറ്റി ഓഫ് ഫെറോ, when Israel was under the captivity of Pharaoh in Egypt, ഈ ഒരു മനുഷ്യനെ ഒരു മുൻകാല പരിചയവും ഇല്ലാതെ, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ, ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും ഇല്ലാതെ ദൈവം വിളിച്ച് തൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ പകർന്നിട്ട് അവനോട് പറഞ്ഞു, ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത്തെ ഫറവോൻ, പ്രബല ശത്രുവാകുന്ന ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനായിട്ട് നിന്നെ ഞാൻ അയക്കുകയാണ് അല്ലേ? എൻ്റെ ജനത്തെ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന ദൂതുമായിട്ടാണ് ഫറവോനെ ദൈവം മോശയെ ദൈവം ഫറവോന്റെ അടുക്കലേക്ക് അയച്ചതല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ലോകക്കാരനായ മനുഷ്യൻ മോശയുടെ മിനിസ്ട്രി, മോശയുടെ ശുശ്രൂഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ശുശ്രൂഷ ജയമായിരുന്നോ പരാജയമായിരുന്നോ? മോശയുടെ ശുശ്രൂഷ ജയമായിരുന്നോ പരാജയമായിരുന്നോ? ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ പരാജയമായിരുന്നു. എത്ര ലക്ഷം മനുഷ്യരെയാണ് അവൻ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്? പക്ഷെ എത്ര പേരെയാ കനാൻ ദേശത്ത് എത്തിച്ചത്? ഒരു സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 160 കുട്ടികളുണ്ടെങ്കിൽ ആ 60 കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയാൽ നമ്മൾ പറയും ആ ടീച്ചർ ഒരു ജയമാണെന്നല്ലേ? എന്നാൽ 60-നകത്ത് 2 പേര് ജസ്റ്റ് പാസ്സാ ചെയ്തതെങ്കിലോ ആ ടീച്ചർ ലോകത്തിൻ്റെ മുമ്പിൽ പരാജയം. ഇപ്പൊ ലോകത്തിന് മുമ്പിൽ മോശയുടെ ശുശ്രൂഷ പരാജയമാണെന്ന് ലോകത്തിന് തോന്നിയേക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നു, എബ്രായ ലേഖനം 3:5 എഴുതിയിരിക്കുന്നു, തൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. മോശ എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. മോശ ഫറവോന്റെ മുമ്പിൽ കാണിച്ച അടയാളങ്ങളുടെ മൊത്തമല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മോശയെ ദൈവം ഉപയോഗിച്ച വഴികളല്ല എഴുതിയത്. മോശയുടെ ഈജിപ്തിൽ നിന്ന് അല്ലെങ്കിൽ ഫറവോന്റെ ആ ഭവനത്തിൽ, കൊട്ടാരത്തിൽ ജീവിച്ചപ്പോൾ തന്റെ ചെറുപ്പകാലത്ത് തനിക്ക് കിട്ടിയിരിക്കുന്ന ക്രെഡൻഷ്യൽസ്, തന്റെ ക്വാളിഫിക്കേഷൻസ് ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്. ദൈവം മോശയുടെ മൊത്തം ജീവിതത്തെ എടുത്തിട്ട് അതിനൊരു ഒറ്റ ക്വാളിഫിക്കേഷൻ കൊടുത്തു, അവൻ വിശ്വസ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെയും എന്റെയും ജീവിതം അവസാനിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ ചെയ്ത ശുശ്രൂഷകളല്ല ദൈവം പറയുന്നത്, നമ്മളെ ദൈവം ഉപയോഗിച്ച വഴികളല്ല ദൈവം പറയുന്നത്, എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു എന്നല്ല ദൈവം പറയുന്നത്, നമ്മൾ കടന്നുപോയ വഴികളെ കുറിച്ചല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു, വിശ്വസ്തയായിരുന്നു. അതുകൊണ്ടാണ് അന്ത്യനാളിൽ കർത്താവ് പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, അല്ലെങ്കിൽ നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ.
അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ചിന്തിക്കുക എന്ന് വെച്ചോ, ഓ എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എന്റെ കോളിങ് ജസ്റ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമുള്ള കോളിംഗ് ആണല്ലോ, അല്ലെങ്കിൽ ദൈവസഭയെ സഹായിക്കുവാൻ, സഹോദരങ്ങളെ ബലപ്പെടുത്തുവാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ റോളുകളെ എനിക്ക് ദൈവസഭയിൽ ഉള്ളല്ലോ എന്നൊക്കെ ഓർത്താരെങ്കിലും പരിതപിക്കുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രിക്ക്, ഇന്നത്തെ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. കർത്താവ് നിന്റെ ജീവിതത്തിന്റെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, അവൻ നിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. ഈ ഭൂമിയിൽ നീ എത്രമാത്രം നേടിയെന്നുള്ളതല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നേടുന്നത് ഒരു വ്യക്തിയുടെ കഴിവല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപ അവനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇവിടെ നിന്ന് മെസ്സേജ് പറയുന്നെങ്കിൽ, പ്രീച്ച് ചെയ്യുന്നെങ്കിൽ, മറ്റേതെങ്കിലും ശുശ്രൂഷകളിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിൽ അത് എൻ്റെ ഗുണമല്ല, കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. കാരണം ആ ജനത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്. എന്നെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കർത്താവ് ഉപയോഗിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തെ ദൈവം അസസ് ചെയ്യുമ്പോൾ എന്നെ ദൈവം ഉപയോഗിച്ച വഴികളല്ല ലോകത്തോട് പറയുന്നത്, എന്നെ കൊണ്ട് ദൈവം ചെയ്യിച്ച അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല, മെസ്സേജുകളല്ല പറയിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ വിശ്വസ്തതയായിരുന്നു. മോശയെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയാമോ? ഹി പുട്ട് ഗോഡ് ഫസ്റ്റ് ആൻഡ് ഹി ഫിയർഡ് ഗോഡ്. മോശയുടെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ, പുറപ്പാട് പുസ്തകമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ആവർത്തന പുസ്തകമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, സഹോദരന്മാരെ സഹോദരിമാരെ, മോശയുടെ ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, എല്ലാവരും തനിക്കെതിരായി നിന്നപ്പോൾ ശത്രുക്കളുടെ മധ്യത്തിൽ, അവിടെയൊക്കെയും പല ആവർത്തി നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. മോശ കവിണ്ണു വീണു പ്രാർത്ഥിച്ചു. എനിക്ക് സമയമില്ല ഭാഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? Before he tells his problem with any human being, he falls face down onto the ground before the Lord. കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലിൽ വീണ് കവിണ്ണു വീണ് കരയുന്നവനായിരുന്നു ആര്? മോശ. അതുമാത്രമല്ല, മോശയുടെ ജീവിതത്തിൽ നോക്കിയേ, മോശ കൊടുത്ത വിലയൊന്നും നമ്മളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. മോശയെക്കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ, ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മനോഹരമായ വാക്യമുണ്ട്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 11-ന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ആര്? മോശ തിരഞ്ഞെടുത്തെന്ന്. ആസ് എ യങ് മാൻ, he may be in his early 20s, or maybe he was in the middle teens. He was a teenager probably. Maybe he was in his early 20s, maybe early 30s, we don't know. ഏത് സമയമാണെന്ന് അറിയത്തില്ല. അടുത്ത ഫെറോ ആയി തീരുവാൻ ഒരു പക്ഷേ അവന് ഭാവി ഉണ്ടായിരുന്നിരിക്കാം. അടുത്ത ഫെറോ ആയില്ലെങ്കിൽ തന്നെയും ആ രാജ്യത്ത് പ്രബലനായ ഒരു പ്രധാനമന്ത്രിയായിരിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യനായ മോശ തന്റെ മുമ്പിൽ 2 വഴികൾ വന്നപ്പോൾ ഒന്ന് തിരഞ്ഞെടുത്തു. തന്റെ ചെറുപ്പത്തിൽ തന്റെ അമ്മ തന്നോട് ഉപദേശിച്ചത്, താനൊരു മിസ്രൈമ്യനല്ലെന്ന്, താനൊരു ഇസ്രായേലിയനാണെന്ന്, താനൊരു മിസ്രൈമ്യനല്ല, താനൊരു എബ്രായനാണെന്ന്, തന്റെ ദൈവം അർത്തമീസ് ദേവിയോ അല്ലെങ്കിൽ ആ മിസ്രൈമിന്റെ ദേവനോ അല്ല, പിന്നെയോ തന്റെ ദൈവം അത്യുന്നതനായ യഹോവയാണെന്നും തന്റെ ജീവിതത്തിൽ താൻ പ്രസാദിപ്പിക്കേണ്ടത് ഫറവോനെയോ അവന്റെ ദൈവത്തെയോ അല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണെന്നുള്ള ശ്രേഷ്ഠമേറിയ ഉപദേശത്തെ ഈ സമയത്ത് അവൻ ഓർത്തിട്ട് അവൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്തുവെന്നറിയാമോ? മിസ്രൈമിലുള്ള ഫറവോന്റെ കൊട്ടാരത്തിലെ ഫറവോൻ തരാൻ പോകുന്ന അധികാരത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും കൂടുതൽ, താൽക്കാലികമായ സന്തോഷത്തെക്കാളും കൂടെ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് അവൻ ഭക്തനായി മാറിയത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ആവശ്യമുണ്ട്. പിശാച് നമ്മുടെ മുമ്പിൽ പലതും കൊണ്ടുവന്ന് വെക്കുകയാണ്. ലോകത്തെ കൊണ്ടുവന്ന് വെക്കുന്നു, അധികാരത്തെ കൊണ്ടുവന്ന് വെക്കുന്നു, പേരിനെയും പെരുമയും കൊണ്ടുവന്ന് വെക്കുന്നു. നാളെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ മഹിമകളെ, ലൗകിക മഹിമകളെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നാം കേട്ട ദൈവവചനപ്രകാരം, കഴിഞ്ഞ നാളുകളിൽ നാം കേട്ട ഉപദേശപ്രകാരം, നാം വായിച്ച ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിച്ച ദൈവിക വചനപ്രകാരം ഹല്ലേലൂയ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ, ദൈവസഭയോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനുള്ള വഴി ഞാനും നീയും തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവിടെയാണ് നാം ഭക്തനാണ്, ഭക്തയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുക. മറന്നുപോകരുത് സഹോദരങ്ങളെ. 25-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു, 11-ന്റെ-25 എബ്രായ ലേഖനം, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അത് മാത്രമോ,
വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു. ഒരു രാജാവിനെ പോലും അവന് ഭയപ്പെടുവാൻ കഴിഞ്ഞില്ല. കാരണം അവൻ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അതാ വിശ്വാസം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ഭക്തന്റെ പ്രത്യേകത അതാ, അദൃശ്യ ദൈവത്തെ ജീവിതത്തിൽ നമ്പർ 1 ആയിട്ട് വെക്കുക. എനിക്ക് ലഭിക്കാൻ പോകുന്ന അധികാരമോ പേരോ പെരുമയോ ഈ രാജ്യത്തിന്റെ രാജാവിന്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഫറവോന്റെ പുത്രയുടെ മകനാണ്, ആ ടൈറ്റിൽ ഒന്നുമല്ല മോശ നോക്കിയത് കർത്താവിന്റെ ജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് വലിയ ധനമായി അവൻ തിരഞ്ഞെടുത്തു, പ്രതിഫലം നോക്കിയിട്ട്. അതാണ് നിത്യമായ ഫലമെന്ന്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു ഭക്തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഗുണം എന്തെന്ന് ചോദിച്ചാൽ, അവന്റെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ കർത്താവിനെ നമ്പർ 1 ആയിട്ട് ഫ്രണ്ടിൽ വയ്ക്കും. ഒരുപക്ഷെ ജോലിയിലെ പ്രൊമോഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, ലഭിക്കാനുള്ള ചില ആനുകൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, ചിലർ നമ്മളോടുള്ള കൂട്ടുകെട്ടും ബന്ധങ്ങളും ഒക്കെ വിട്ടുപോയേക്കാം, ചിലപ്പോൾ നമ്മൾ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അനുഭവം ഉണ്ടായേക്കാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് കഴിഞ്ഞേ മറ്റൊന്നുള്ളൂ എന്ന് പറഞ്ഞ്, ഇഫ് യു പുട്ട് ഗാഡ് ഫസ്റ്റ്, നോ മാറ്റർ വാട്ട് ഓൾ ഒപ്പോസിഷൻ യു ആർ ഫേസിങ്, നോ മാറ്റർ വാട്ട് ഓൾ റിജക്ഷൻ യു ഗോ ത്രൂ, നോ മാറ്റർ വാട്ട് ഓൾ ഷെയിം കം upon your life, if you put God first in your life like Moses did, you and I will be called a godly person. Praise God. Hallelujah. ഇത് തന്നെയാണ് എവ്രി സിംഗിൾ മാൻ ആൻഡ് വുമൻ ഓഫ് ഗോഡ് ഓൾ ത്രൂ ദ സെഞ്ചുറീസ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലേക്ക് നോക്കിയേ, ഏതൊരു ഭക്തനെയോ എടുത്ത് നോക്കിയേ, അവരുടെയൊക്കെയും ജീവിതത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ, അവരെല്ലാവരും ദൈവത്തെ അവരുടെ മുമ്പിൽ വെച്ചു. They counted God to be number 1 in their life. That is the reason they left every single fortune, earthly fortunes in this life. You just take an account of the apostles. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആ ശിഷ്യന്മാരെ, മീൻ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ, മുക്കുവരായ മനുഷ്യരെ കർത്താവ് വിളിച്ചു, അതൊക്കെ എന്നെ അനുഗമിക്കാൻ. അവരെന്തോ ചെയ്തു? They left everything and followed Christ. That means they put Christ number 1. And they feared his calling. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവർ വല വിട്ടു, അവർ പടക് വിട്ടു, അവർ അപ്പനെ വിട്ടു, അവർക്കുള്ളതെല്ലാം വിട്ടു. എന്നിട്ട് കർത്താവിന്റെ പിന്നാലെ വന്നു. അത് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ കർത്താവിനെ അവരുടെ ജീവിതത്തിൽ നമ്പർ 1 ആയി വെച്ചു. അത് മാത്രമാണോ? കർത്താവിൻ്റെ വിളിയെ അവർ ബഹുമാനിച്ചു, ഭയപ്പെട്ടു. നമുക്ക് പലർക്കും കഴിയാത്തത് ഇതാകട്ടോ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്പർ 1 ആയിട്ട് വെക്കാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്തി വ്യർത്ഥമായി തീരുന്നു. വ്യർത്ഥമായ ഭക്തി, വെയിൻ ഗോഡ്ലിനെസ്. നമ്മുടെ ഫിയർ എന്ന് പറയുന്ന കൗണ്ടർ ഫിറ്റ് ആയി പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? വി ക്യാൻ നോട്ട് പ്രൂവ് ഇൻ അവർ ലൈഫ് ദാറ്റ് ഗോഡ് ഈസ് ഫസ്റ്റ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒന്നാമതാണെന്ന് പ്രൂവ് ചെയ്യുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. നമ്മൾ ദൈവത്തെ സഫീഷ്യൻ്റായിട്ട് ഫിയർ ചെയ്യുന്നില്ല. നമ്മൾ മറ്റു പലതിനെയും ഫിയർ ചെയ്യുന്നത്. നമ്മൾ കൂട്ടുകാരെയാണ് പേടിക്കുന്നത്. നമ്മൾ സത്യത്തിന് വേണ്ടി നിന്നാൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നാണ് ഭയപ്പെടുന്നത്, അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, put God number 1 in your life and mine and fear him sufficiently. Never compromises with his truth, with his word, with his divine commandments. When someone looks into my life, when someone looks into your life, you should never be seen as a compromiser, neither me. ഞാനോ നിങ്ങളോ ഒരു കോംപ്രമൈസറാണെന്ന് ലോകം കാണുവാൻ ഗുണമിടയാവരുത്. പൗലോസ് പറയുന്നുണ്ട് ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. If I please men, I can never ever be a servant of Christ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പലയിടത്തും നമുക്ക് കോംപ്രമൈസ് ചെയ്യാമെങ്കിൽ പലരെയും പ്രസാദിപ്പിച്ച് നിർത്താൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ വരുമ്പോഴാണ്, പ്രൈസ് ഗോഡ്, പലരും നമുക്ക് ശത്രുക്കളായി തീരുന്നത്, നമ്മളെ വിട്ടോടിപ്പോകുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം വീട്ടിൽ പോയെന്ന് വായിക്കണം. ഒരു ദൈവദാസൻ തന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ സഭയിലുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അരുതാത്ത വാക്കുകൾ പോലും അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറഞ്ഞു. അവിടെ പറയുന്നുണ്ട്,
ഭാര്യയായ ഒരു സഹോദരിയോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് മാത്രം കഴിയാതിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ കൊണ്ടുപോലും ബന്ധിപ്പിച്ച് ഒരുപക്ഷെ ആ ദൈവദാസന്മാരെ അപമാനിച്ചിട്ടുണ്ടാകാം അവിടുത്തെ വിശ്വാസികൾ. ആ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം വീട്ടിൽ ചെന്നിട്ട്. എത്രമാത്രം അപമാനങ്ങളിലൂടെ ആ ദൈവദാസന്മാർ കടന്നുപോയി. പക്ഷെ അവർ കർത്താവിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ. He stood for God. So number one is put God first and fear him. ഒന്നാമതായി ദൈവത്തെ വയ്ക്കുക, ദൈവത്തെ ഭയപ്പെടുക. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ. രണ്ടാമത്, having integrity rooted in humility. ഇൻറ്റഗ്രിറ്റി റൂട്ടഡ് ഇൻ ഹ്യൂമിലിറ്റി. ലോകത്തിലെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ദൃഢത, സ്ഥാനം, ഐഡൻറ്റിറ്റി. ഞാൻ ആരോ ആണ് എന്നുള്ള ഒരു ചിന്ത ഒരു വ്യക്തി വരുമ്പോൾ ഇൻറ്റഗ്രിറ്റിയെ കാണിക്കുന്നത്. കാരണം ഒരു വ്യക്തിത്വം. പക്ഷേ ലോകത്തിൻ്റെ വ്യക്തിത്വം പോലെ, ലോകത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി പോലെ അല്ല സ്പിരിച്വൽ ഇൻറ്റഗ്രിറ്റി. ദർ ഇസ് എ ഡിഫറൻസ്. ലോകത്തിൽ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിയെ നോക്കിയേ, പ്രൈം മിനിസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഹൈ പ്രൊഫൈൽഡ് പൊളിറ്റീഷ്യൻസ് ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ലീഡേഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും റിലീജിയസ് ലീഡേഴ്സോ ഹെഡ്സോ ആയിക്കൊള്ളട്ടെ, അവർക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടാകാം. പക്ഷേ ദേ ഡോണ്ട് ഹാവ് ദ ഹ്യൂമിലിറ്റി പ്രോബബ്ലി. പക്ഷേ ദൈവഭക്തനായ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹി ഷുഡ് ബി ഹാവിങ് ഇൻറ്റഗ്രിറ്റി റൂട്ടഡ് ഇൻ ഹ്യൂമിലിറ്റി. അവൻ്റെ ഇൻറ്റഗ്രിറ്റി, അവൻ്റെ ദൃഢത, അവൻ്റെ വ്യക്തിത്വം, ഹല്ലേലൂയ, അവൻ്റെ സ്ഥാനം, അവൻ്റെ ഉറപ്പ് താഴ്മയിലായിരിക്കും. ദൈവവചനത്തിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങൾ എടുത്ത് കാണിക്കാം. നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട് അപ്പോസ്തലനായ പൗലോസ് അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ഒരുപാട് നിന്ദിക്കപ്പെട്ട മനുഷ്യനാണ്. ഒരുപാട് പരിഹസിക്കപ്പെട്ട മനുഷ്യനാണ്. അതുമാത്രമല്ല, അന്നത്തെ നേതാക്കൾ പോലും, ദൈവസഭയുടെ മധ്യത്തിലുണ്ടായിരുന്ന ലീഡേഴ്സിൽ പലരും പോലും അപ്പോസ്തലനായ പൗലോസിനോട് എതിർത്ത് നിന്നവരുടെ കൂട്ടത്തിലാണ്. പക്ഷേ അതിൻ്റെയൊക്കെയും മധ്യത്തിൽ തൻ്റെ ടീച്ചിങ്സിനെ അവൻ ഹോൾഡപ്പ് ചെയ്തു. താൻ എന്തിനു വേണ്ടിയാണോ നിന്നത്, ക്രിസ്തുവിൽ നിന്ന് താൻ പ്രാപിച്ചെടുത്ത ദർശനങ്ങളെ, ക്രിസ്തുവിൽ നിന്ന് താൻ പ്രാപിച്ചെടുത്ത പുതിയ നിയമത്തിൻ്റെ മർമ്മങ്ങളെ അവൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. അതാ ഇൻറ്റഗ്രിറ്റി. 1 തീമോഥീസ് 3-8 വാക്യം, 1 തീമോഥി 3:8 പറയുന്നു, ശുശ്രൂഷകന്മാർ ഖന്നശാലികളായിരിക്കണം. ശുശ്രൂഷകന്മാർ ഖന്നശാലികളായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് ഒരു ഡിഗ്നിറ്റി വേണം. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ വേവർ ചെയ്യരുത്. ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിപ്പോകരുത്. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആരും നമ്മളെ ഭയപ്പെടുത്തി മാറ്റുവാൻ തക്കവണ്ണം ഒരു ഭയപ്പെടുന്ന വ്യക്തിയായി നമ്മൾ തീരരുത്. ഖന്നശാലികളായിരിക്കണം. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. നമ്മുടെ വാക്കിനൊരു വില ഉണ്ടാവണം. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ അടുത്ത് പൗലോസ് സംസാരിച്ച് നിൽക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പത്രോസിനെ പൗലോസ് ശാസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പത്രോസിൻ്റെ ജീവിതത്തിൽ, ശീമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു ജാതികളുമായിട്ടുള്ള ബന്ധത്തിലൊരു വിഷയം വന്നപ്പോൾ, അല്ലെങ്കിൽ ജാതികളോടുകൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച വ്യക്തി, ഗലാത്യർ എന്ന് പറഞ്ഞാൽ ആ 2 കൂട്ടരുമുണ്ട്. യഹൂദന്മാരും ജാതികളും ചേർന്നതാണ് ഗലാത്യ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ജാതികളോടുകൂടി, ജാതികളിൽ നിന്ന് വന്ന ദൈവമക്കളോടുകൂടെ ഭക്ഷണം, അവരുടെ വീടുകളിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പത്രോസ്, യെരുശലേമിൽ നിന്ന് യഹൂദന്മാരായ ശിഷ്യന്മാർ അവിടെ കടന്നു വന്നപ്പോൾ പത്രോസ് പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ഇവരുടെ ഒന്നും വീടുകളിൽ പോകാതായി. അവർ ദൈവമക്കളാണ്. അവരോടുള്ള സംസർഗത്തിൽ, അവരോടുള്ള കൂട്ടായ്മയിൽ, അവരുടെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പത്രോസ് ജെറുസലേമിൽ നിന്ന് യാക്കോബും ശേഷമുള്ളവരും കടന്നു വന്നപ്പോൾ, യഥാർത്ഥ യഹൂദന്മാർ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരെ പേടിച്ചിട്ട് ഈ പാവപ്പെട്ട വിശ്വാസികളോടുള്ള, ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളുടെ വീട്ടിൽ പോയി ഭക്ഷണമൊന്നും കഴിക്കാതൊക്കെ പോയി. ഹി ചേഞ്ച്ഡ് ഹിസ് വേ ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് ഓഫ് വാട്ട് ദീസ് പീപ്പിൾ ഫ്രം ജെറുസലേം വുഡ് സേ. യെരുശലേമിൽ നിന്ന് വന്ന ഇവരെന്ത് പറയുമെന്ന് പേടിച്ച് ഇവിടെ തൻ്റെ അതുവരെയുള്ള രീതിയിൽ മാറ്റം വരുത്തി. പൗലോസ് മിണ്ടാതിരുന്നോ സഹോദരങ്ങളെ? നിങ്ങൾ വായിക്കണം, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ എല്ലാവരും കേൾക്കെ പത്രോസിനെ ശാസിച്ചെന്നാണ് പറഞ്ഞത്. കാരണം യു ഹാവ് ഡ്യുവൽ പേഴ്സണാലിറ്റി. പത്രോസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനൊന്നും ആയിരുന്നില്ല. ചിലപ്പോൾ ആ ഒരു ബലഹീന നിമിഷത്തിൽ അത് വന്നു പോയതാ. പത്രോസ് മിണ്ടുന്നതായിട്ട് അവിടെ പറയുന്നില്ല.
അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് നടത്തുന്നതായിട്ട് പറയുന്നില്ല. കാരണം ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പത്രോസ് അത് ഏറ്റെടുത്തു. ഇത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ആ ഇൻറ്റഗ്രിറ്റിയാണ് കാണിക്കുന്നത്. പൗലോസിൻ്റെ ഇൻറ്റഗ്രിറ്റി, പത്രോസിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അവിടെ ഉണ്ട്. പത്രോസ് അതിന് കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. സോ ദെയർ മസ്റ്റ് ബി ആൻ ഇൻറ്റഗ്രിറ്റി. ശുശ്രൂഷകർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക്, ദൈവജനത്തിന്, ദൈവദാസീദാസന്മാർക്ക്, നോ മാറ്റർ വാട്ട് റോൾ യു ഹാവ് ഇൻ ദ ചർച്ച്, ദൈവസഭയുടെ മധ്യത്തിൽ ഏത് റോളിലാണ് നിങ്ങൾ ആയിരിക്കുന്നു, ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ, ദാറ്റ് ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. അത് അത്ര പ്രാധാന്യമുള്ള വിഷയമല്ല. ഒരു ദൈവ പൈതലായി ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടെങ്കിൽ നമ്മൾ ഭക്തരായിട്ടാണ് വിളിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാകണം. കൂട്ടുകാർ ഫോഴ്സ് ചെയ്യുമ്പോൾ, നാട്ടുകാർ ഫോഴ്സ് ചെയ്യുമ്പോൾ, വീട്ടുകാർ ഫോഴ്സ് ചെയ്യുമ്പോൾ, സാഹചര്യങ്ങൾ ഫോഴ്സ് ചെയ്യുമ്പോൾ മാറിപ്പോകുന്ന വ്യക്തിത്വമാകരുത് നമുക്ക്. നമ്മൾ ഏതിനെ പിടിച്ചിരിക്കുന്നുവോ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. പക്ഷേ ഈ ദൈവദാസൻ, ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്ന ദൈവദാസൻ തന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഇത്ര ധൈര്യത്തോടെ നിന്ന ദൈവദാസൻ, ഇത്ര ശക്തിയോടെ നിന്ന ദൈവദാസൻ, ഇത്ര ബലത്തോടെ നിന്ന ദൈവദാസൻ, എല്ലാവരും പൗലോസിനെ നോക്കി പറഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തെല്ലാം പേടിയാന്ന് പറയും അല്ലേ? പത്രോസിനെ പോലും ശാസിക്കുവാൻ തക്കവണ്ണം ധൈര്യം കാണിച്ച പൗലോസിന് മുമ്പിൽ സാധാരണക്കാരന് പോയി നിന്ന് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഓ ഇത് ഭയങ്കരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ പറയുക, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. ഞാൻ തികഞ്ഞവനായി തീർന്നുവെന്ന് പറയുന്നില്ല. ആ വാക്യം നിങ്ങൾ ആ ഭാഗം മുകളിൽ താഴോട്ടിങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ സത്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ അവിടെ തൻ്റെ താഴ്മയെക്കുറിച്ച്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് താൻ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ആ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. അതിന് തൊട്ട് മുകളിലത്തെ വാക്യം മുതൽ വായിച്ചത് സിസ്റ്ററെ. ആ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. When we look at Paul, we say that oh, Paul is an esteemed person with having a high integrity, high power, high calling. But what Paul thinks of himself, പൗലോസ് സ്വന്തമായി തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? തന്നെ പൗലോസ് കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പൗലോസിനെ കാണുന്ന പോലല്ല. എല്ലാവരും ഉയർത്തി ഉയർത്തി പറയുമ്പോൾ, എല്ലാവരും വലിയവനെന്ന് പറയുമ്പോൾ, പൗലോസ് തന്നിലേക്ക് നോക്കിക്കൊണ്ട് പറയുക, ഞാൻ ഏറ്റവും ചെറിയവനാണ് ദൈവസന്നിധിയിൽ. വായിച്ച സഹോദരി, അതെ അതെ, മതി മതി. പിന്നീട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് പൗലോസ്. ഇതൊക്കെ ചെയ്തിട്ടും താൻ പറയുകയാണ്, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. പക്ഷേ ആ ഇൻറ്റഗ്രിറ്റി റൂട്ടഡ് ആയിരിക്കേണ്ടത് ഹ്യൂമിലിറ്റിയിലായിരിക്കണം. നമുക്ക് വ്യക്തിത്വമുണ്ട്, നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ ധൈര്യത്തോടെ നിൽക്കുമ്പോൾ ആൾക്കാർ പറയും, ഓ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ പരിശുദ്ധൻ. പുള്ളിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ പുള്ളി മാത്രമേ പരിശുദ്ധനുള്ളെന്ന് തോന്നുമല്ലോ. എന്നാൽ ആ വ്യക്തി പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ വീണ് നിലവിളിക്കാനാ, കർത്താവേ ഞാൻ ആകുന്നത് അങ്ങയുടെ കൃപയാലാകുന്നു, ഞാൻ നിൽക്കുന്നത് അങ്ങയുടെ കൃപയാലാകുന്നു. ഞാൻ വേഗം 3-ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ 1-ാമത്തെ നമ്മൾ കേട്ടു. എന്താ കേട്ടത്? പുട്ട് ഗോഡ് ഫസ്റ്റ് ആൻഡ് ഫിയർ ഹിം. രണ്ടാമത്തെ, അതായത് ദൈവത്തെ ഒന്നാമതായി വെക്കുക, ദൈവത്തെ ഭയപ്പെടുക. രണ്ടാമത്, ഹാവിങ് ദ ഇന്റഗ്രിറ്റി റൂട്ടഡ് ഇൻ ഹ്യൂമിലിറ്റി, ദൃഢതയോടുകൂടി നിൽക്കുക, എന്നാൽ താഴ്മയിൽ നിൽക്കുക. മൂന്നാമത്, ലവ് അതേഴ്സ് സെൽഫ്ലെസ്ലി, സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ദിസ് ഈസ് വേർ വി റിഫ്ലക്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കുന്നത് ഇവിടെയാണ്. സ്വാർത്ഥതയില്ലാതെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മറ്റുള്ളവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണോ? അല്ല. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ എങ്ങനെയാകുന്നുവോ അതുപോലെ മറ്റുള്ളവരും ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. അമേസിങ്. അതെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതാ സ്വാർത്ഥതയില്ലാതെ ആഗ്രഹിക്കുക. കർത്താവേ, ഞാൻ സ്വർഗത്തിലെത്തുന്നെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ ഇവരെല്ലാം എത്തണം. എന്നെ നീ അനുഗ്രഹിക്കുന്നെങ്കിൽ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞാൻ പാപത്തിൽ വീഴുന്നില്ലെങ്കിൽ അവരും ആരും പാപത്തിൽ വീഴരുത്. ഞാൻ കോപിക്കുന്നില്ലെങ്കിൽ അവരാരും കോപിക്കരുത്. ഞാൻ ദൈവവചനത്തിൽ അറിഞ്ഞ സത്യങ്ങളെ ഇവരെല്ലാവരും അറിയണം. അമേസിങ് ക്വാളിറ്റി അല്ലേ അത്? അതാണ് നമ്മളവരെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതിനോട് അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നതെന്നല്ല.
അവർ കാണിക്കുന്നതിനല്ല യേശു പറയുന്നു എന്നുള്ളതല്ല, അവരെ റിബ്യൂക്ക് ചെയ്യത്തില്ലെന്നുള്ളതല്ല, അവരെ കറക്റ്റ് ചെയ്യത്തില്ലെന്നുള്ളതല്ല. ഞാൻ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ എൻ്റെ സഹോദരങ്ങളുമായി തീരണമെന്നുള്ള ആഗ്രഹമാണ്. ദാറ്റ് ഈസ് ദ പ്രൂഫ് ദാറ്റ് ഐ ലവ് ദം. ലവ് ദം സെൽഫ്ലെസ്ലി, സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കണം. അതാ ക്രിസ്തുവിൻ്റെ സ്നേഹം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നു, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു ഉന്നതി വിട്ട് ഇറങ്ങി വന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നതിനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതേ അനുഭവം ഈ ലോകം നമുക്ക് തന്നിരിക്കുന്ന ക്രെഡൻഷ്യൽ സ്ഥാനമാനങ്ങളിൽ നിന്ന് കർത്താവിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ ലെവലിലായി തീരുക. സ്വാർത്ഥതയില്ലാതെ ദൈവജനത്തെ സ്നേഹിക്കുക. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷിലാണത് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്, വോക്ക് ഇൻ ലവ് ആസ് ക്രൈസ്റ്റ് ഓൾസോ ഹാസ് ലവ്ഡ് അസ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ ആ സ്നേഹത്തിൽ നടക്കണം. പ്രൈസ് ഗാഡ്. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയാം, ഗുണം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ദൈവസഭയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള കൃപ മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്നില്ല. നമ്മൾ കർത്താവിനെ അറിഞ്ഞതുപോലെ മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. നമ്മളൊരു വീട്ടിലേക്ക് നോക്കി 5 മക്കളുണ്ടെന്ന് വിചാരിച്ച് 5 മക്കൾക്കൊക്കെ ഒരേ നോളജാണോ? അപ്പനെയും അമ്മയും 5 മക്കളും ഒരുപോലാണോ അറിഞ്ഞിരിക്കുന്നത്? ചിലർ അപ്പനെ വേദനിപ്പിക്കുന്നവരുണ്ട്, ചിലർ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കുന്നവരുണ്ട്, ചിലർ അടുക്കളയിൽ പോയി അമ്മയെ സ്നേഹിക്കും, സഹായിക്കും, എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷേ ചിലർ അടുക്കളയിലോട്ട് കടക്കത്ത് പോലുമില്ല, കഴിക്കാൻ മാത്രം വന്നിരിക്കും. There are different kinds of people even in a house. അല്ലേ? അത് മാത്രമെന്നോ കഴിക്കാൻ വന്നിരിക്കുകയല്ല, മാത്രമല്ല അതിനകത്ത് കുറ്റവും പറയും. ഓ, ഇതിന് ഉപ്പില്ല, അതിന് മുളകില്ല, ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, പക്ഷെ നീ എവിടെ ആയിരുന്നു? ഹല്ലേലൂയ. ഇത് തന്നെയാണ് സഭയ്ക്കകത്തും ഉള്ളത്. സഭയ്ക്കകത്തും അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് പേര് കാണും. സഹോദരങ്ങളെ മറന്നു പോകരുത്. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ചുരുക്കം ചിലരെ കാണത്തുള്ളൂ സഹോദര സഹോദരി. പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇവരെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളും. ദാറ്റ് ഈസ് ആൻ അമേസിംഗ് ക്വാളിറ്റി. ഓൺലി ക്രൈസ്റ്റ് ഹാസ് ഇറ്റ്. ഒരു ഇടയൻ, ഒരു ശുശ്രൂഷകൻ, ഹല്ലേലൂയ, ആ ആട്ടിൻകൂട്ടത്തിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ബലമുള്ള ആടുണ്ട്, ബലമില്ലാത്ത ആടുണ്ട്, ബ്ലാക്ക് ഷീപ്പുകളുണ്ട്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആട്ടിടയൻ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഷീപ്പ് എന്തോ ചെയ്യുമെന്നറിയാമോ? അങ്ങോട്ട് പോകും. അതുമല്ല, കൂടെ ഉള്ളതിനെയൊക്കെ ഇടിക്കും. പക്ഷേ ആട്ടിടയൻ അതിനെ പിടിച്ച് സ്ലോട്ടർ ചെയ്യുമോ? കട്ട് ചെയ്തിട്ട് അന്നത്തെ കറി വെക്കുമോ? ഇല്ല. കാരണം ആട്ടിടയൻ ഒരു കാര്യമുണ്ട്. എന്തോന്നറിയാമോ? ഈ ആട് എങ്ങനെ ബിഹേവ് ചെയ്താലും ശരി, യജമാനൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആടിൻ്റെ എണ്ണം ഞാൻ കൊടുക്കണം. അപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്ത്, അതിനെ സഹിച്ച്, അതിനെയും ഈ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രയത്നിച്ച്, അഭ്യസിപ്പിച്ച്, പെയിൻ എടുത്ത് അതിനെ നശിപ്പിച്ചു വിടുവാനല്ല, നഷ്ടപ്പെടുത്തി കളയുവാനല്ല, പിന്നെയോ എത്രമാത്രം കഴിയുമോ അതിനെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, ഹല്ലേലൂയ, അതാണ് ലവിങ് അതേഴ്സ് സെൽഫ്ലെസ്ലി. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. പ്രൈസ് ഗാഡ്. പക്ഷെ അത് സഭയിലേക്ക് നോക്കുമ്പോൾ ചിലർ സഭയിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകുന്നവരുണ്ടാകാം. അവരാരെയും നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ കുറവ് കണ്ടിട്ട് നീ ഇതിന് യോഗ്യനല്ല, ഞങ്ങളുടെ കൂടെ ചേരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു വിടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്രമാത്രം ശ്രമിക്കുമോ? ഹല്ലേലൂയ. ഈ നേരായ വഴിയിലേക്ക് ആ ഇടയൻ്റെ ആഗ്രഹപ്രകാരം ആ ആടാകുവാൻ. ഇടയൻ്റെ ആഗ്രഹം എന്താ? ആരുടെ ആഗ്രഹമാണെന്നറിയാമോ? യജമാനൻ്റെ ആഗ്രഹം. ഇടയന് സ്വന്തമായിട്ടൊരു ആഗ്രഹമില്ല. യജമാനൻ്റെ ആഗ്രഹം ഇടയനോട് പറഞ്ഞു. ഇടയൻ ആ ആഗ്രഹം തൻ്റെ ആടുകളിൽ നിവർത്തിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഒരു മനോഹര വാക്യമുണ്ട്, കൊലോഷ്യൻസ് 4:6. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ലെറ്റ് യുവർ സ്പീച്ച് ബി ഓൾവേസ് വിത്ത് ഗ്രേസ്, സീസൺഡ് വിത്ത് സോൾട്ട്, ദാറ്റ് യു മേ നോ ഹൗ യു ought to answer every man. Let your speech be always with grace. നമ്മുടെ വാക്കുകൾ ഒരു വ്യക്തിക്ക് മുറിവ് വരുത്തുവാൻ തക്കവണ്ണം ഇടയാക്കരുത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മുറിവ് വരുവാൻ തക്കവണ്ണം നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇടയാവരുത്. Never hurt a person with our words or with our intentions.
If something happens like that, what you and I need to do, go back to that person and accept that you have done wrong and apologize. Otherwise, forgive them. Praise God. ഇവിടെ പറയുന്നത് നോക്കിയേ, നിന്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. പ്രൈസ് ഗോഡ്. ഉപ്പിനാൽ രുചി വരുത്തിയതാകണമെന്ന് പറഞ്ഞാൽ കറക്ഷൻ വേണ്ട എന്നുള്ളതല്ല അർത്ഥം. ഒരപ്പനും മകനും ഒരു വീട്ടിൽ അപ്പൻ മക്കളെ കറക്റ്റ് ചെയ്യുമ്പോൾ വാക്കിനാൽ ഗ്രേസ് ഉണ്ടാകണം, ഉപ്പിനാൽ രുചി വരുത്തണമെന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ ശാസിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ശാസിക്കുന്നത് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ആത്മാവിലാണ് ശാസിക്കുന്നത്. നമുക്കറിയാം, സ്കൂളിൽ ടീച്ചേഴ്സ് രണ്ട് രീതിയിൽ പിള്ളേരെ അടിക്കും. കണ്ടിട്ടുണ്ടോ നാട്ടിലൊക്കെ? എനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. ചിലർ വാശി വെച്ച് അടിക്കുന്നവരുണ്ട് ടീച്ചേഴ്സ്, അല്ലേ? ഇവനെ കുറച്ച് നാൾ കൊണ്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, കയ്യിലേതാളും കിട്ടി 4 പൊട്ടിക്കും. പക്ഷെ ചിലരങ്ങനല്ല, ഈ കുഞ്ഞ് നന്നാകണമെന്ന് പറഞ്ഞ് തല്ലുന്നവരുണ്ട്. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അടിക്കും. നമ്മുടെ ദേഷ്യം കൊണ്ട് അടിക്കുന്നുണ്ട്, സ്നേഹം കൊണ്ട് അടിക്കുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ അടിക്കാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നു ശാസിക്കുന്നത് സ്നേഹത്തിലായിരിക്കണം. അതിൻ്റെ പിന്നെ കാരണം കർത്താവ് നോക്കുന്ന ഉടയവൻ അതാ, അവിടെ യജമാനൻ. ഹി ഈസ് ദ ലോർഡ്, ഹി ഈസ് ദ ചീഫ് ഷെപ്പേർഡ്, ഹി ഈസ് ലുക്കിംഗ് ഇൻ വാട്ട് സ്പിരിറ്റ് വി ആർ ഡൂയിങ് ഇറ്റ്. ലെറ്റ് യുവർ സ്പീച്ച് ബി ഓൾവേസ് വിത്ത് ഗ്രേസ്, സീസൺഡ് വിത്ത് സോൾട്ട്. ഉപ്പിനാൽ രുചി വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉപ്പിനാൽ രുചി വരുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് രുചിയുണ്ട്. ഏതൊരു സാധനത്തിനും രുചി വരുത്തുന്നത് ഉപ്പാ. ഇറ്റ് ഈസ് എ ടേസ്റ്റ് മേക്കർ. അത് ഉപ്പിനാൽ രുചി വരുത്തുക എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞ വാക്കുകളായിരിക്കണം. അതിനകത്ത് സന്തോഷവും സ്നേഹവും ഒക്കെ ഒന്ന് ചേർക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പണ്ടൊരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞോണ്ടേ. അവിടുത്തെ അങ്കിള് പറഞ്ഞു ഞങ്ങൾ ഇച്ചിരി സ്നേഹം കൂടുതൽ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഹൈപ്പത്തറ്റിക്കലായിട്ടായിരിക്കും പറഞ്ഞത്, പക്ഷേ സ്നേഹം കൂടുതൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ അങ്ങനെ ആയിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ സ്നേഹം കുറച്ച് അതിനകത്ത് ശാസനയുണ്ട്, റിബ്യൂക്കുണ്ട്, കറക്ഷനുണ്ട്, സ്ട്രോങ് വേർഡാണ്. പക്ഷേ അതിൻ്റെ ബിഹൈൻഡിലെ സ്പിരിറ്റ്, ദാറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ലവ്. ദാറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ലവ്. എൻ്റെ ഈ സഹോദരൻ എന്നേക്കാളധികം വളരണം, എൻ്റെ ഈ സഹോദരി എന്നേക്കാളധികം അനുഗ്രഹിക്കപ്പെടണം. ഞാൻ നിൽക്കേണ്ട ഇടത്ത് ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരി നാളെ നിൽക്കണം. കാരണം ഈ ലോകത്തിൽ എന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, സക്സസ് വിതൗട്ട് എ സക്സസർ ഈസ് എ ഫെയിലുവർ. കേട്ടിട്ടുണ്ടോ? സക്സസ് വിതൗട്ട് എ സക്സസർ ഈസ് എ ഫെയിലുവർ. പിൻഗാമി ഇല്ലാത്ത വിജയമെന്ന് പറയുന്നത് പരാജയം. ഞാൻ പോയി കഴിഞ്ഞ് എൻ്റെ സ്ഥാനത്ത് നിൽക്കുവാൻ ഒരാളോ ഒന്നിൽ കൂടുതൽ ആളുകളോ ഇല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ജയമല്ല, എൻ്റെ ജീവിതം പരാജയമാണ്. പുള്ളിക്കാരൻ പോയി, പുള്ളിക്കാരൻ ഇത്രയും നാൾ വളർത്തിയെടുത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെ പുള്ളിക്കാരൻ്റെ ശുശ്രൂഷയിലൂടെ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ദൈവകൃപയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ എന്നെക്കുറിച്ചല്ല പറയുന്നത്, ഏതൊരു ദൈവദാസനെക്കുറിച്ചും ദൈവദാസിയെക്കുറിച്ചുമാണ്. നമ്മൾ ഈ കളം വിട്ടുപോകുമ്പോൾ, നമ്മൾ ഈ സീൻ വിട്ടുപോകുമ്പോൾ, നമ്മുടെ സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മൾ കൈത്താങ്ങ് കൊടുത്ത് നമ്മൾ അനുഗ്രഹിച്ച് നമ്മൾ വളർത്തിയെടുത്ത ചില സഹോദരന്മാർ ഉണ്ടാവണം. ഇല്ല എങ്കിൽ അവർ ലൈഫ് വിൽ ബി എ ഫെയിലുവർ. അതാ അതിൻ്റെ അർത്ഥം. സക്സസ് വിത്തൗട്ട് എ സക്സസർ ഈസ് എ ഫെയിലുവർ. പിൻഗാമിയില്ലാത്ത ജയം പരാജയം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 13:34 പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ ആഴം തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ എന്തെങ്കിലും നോക്കിയാണോ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? അസംഖ്യ കോടി പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചത്, തൻ്റെ രക്തത്താൽ കർത്താവ് നമ്മളെ കഴുകിയത് നമ്മളിൽ എന്തെങ്കിലും ഗുണം കണ്ടുകൊണ്ടാണോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ചോദിച്ച ചോദ്യം. സ്വന്തം പുത്രനെ നമുക്ക് അവിടുന്ന് തന്നത് നമ്മളിലുള്ള ഒരു ക്രെഡൻഷ്യൽസും നന്മകളും നോക്കിയല്ല, പിന്നെയോ അവിടുന്ന് നിത്യമായ സ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്. കർത്താവ് പറഞ്ഞു, ആ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് പിന്നെ സ്നേഹിക്കാനേ സമയം കാണൂ. എല്ലാം ക്ഷമിക്കുക. അതിനാ ദീർഘക്ഷമയെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുവരെ ചെയ്തതും ക്ഷമിച്ചു, ഇനി ചെയ്യാൻ പോകുന്നതും ക്ഷമിക്കുക. ലോങ് സഫറിങ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജഡത്തിൽ നടക്കത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമേ നടക്കൂ.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ മാത്രമേ നടക്കൂ. സമ്പൂർണമായി ദൈവാത്മാവിനെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കീഴടക്കുവാൻ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ജീവിതം നമുക്ക് നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ അനുദിനം ജീവിക്കുമ്പോഴാണ് നമുക്കൊരു ഭക്തനായി മാറാൻ കഴിയും. ഗോഡ്ലി പേഴ്സൺ, അങ്ങനെയുള്ളവരെയാണ് ഗോഡ്ലി പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കണം, നമുക്കിനി എത്രമാത്രം ആ വഴിയിലേക്ക് വരാൻ ബാക്കിയുണ്ട്. ഹൗ ലോങ് യു ആൻഡ് ഐ ഹാവ് ടു ട്രാവൽ ടു കം ടു ദാറ്റ് ലെവൽ. വി നീഡ് ടു പ്രേ, വി നീഡ് ടു ഫാസ്റ്റ്, we need to give up certain things so that we can acquire something. ഞാനതവിടെ നിർത്തുകയാണ്. ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. അടുത്ത പോയിന്റ്. അപ്പോൾ ഇപ്പം നമ്മൾ കേട്ടത് ലവ് അതേഴ്സ്, മറ്റുള്ളവരെ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുക. ലവ് അതേഴ്സ് സെൽഫ്ലെസ്ലി. നാലാമത്തേത് ഡിസിപ്ലിൻഡ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ അഭ്യസിപ്പിക്കപ്പെടുക. നമ്മുടെ ലൈഫ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് നമ്മുടെ സ്ട്രോങ് ആയിരിക്കണം. ആ ഫെയ്ത്ത് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. നിസ്സാരമായിട്ടുള്ള വിഷയങ്ങൾ മതി നമ്മൾ അവിടെയൊക്കെ വീണു പോകും. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബേസിക്കലി നിങ്ങൾ ഹിന്ദു റിലീജിയനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും, ഇല്ലേ? മുസ്ലിംസ് നോക്കി അവർക്ക് ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും. കാത്തലിക്സ് നോക്കി അവർക്ക് ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും. ജാക്കോബിറ്റ്സിനെ നോക്കിയാൽ ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും. മാർത്തമിറ്റ്സിനെ നോക്കിയാൽ ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും. ഇവാഞ്ചലിക്കൽസ്, അതർ ഡിനോമിനേഷൻസ് നോക്കിയാൽ അവർക്ക് ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും. ഇതെന്തോ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതെന്ന് അറിയാമോ? എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കർത്താവ് വെളിപ്പെടുത്തി തന്ന വിഷയത്തിൻ്റെ മേൽ പൂർണ്ണമായ ദർശനമുള്ളവരായിരിക്കണം. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവരായിരിക്കണം. യൂദയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനെ ഞാൻ മുറുകെ പിടിക്കുകയാണ്. ഒരു വചനം പറയുന്നുണ്ട്, എന്തെന്നറിയാമോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടി പറയുന്നുണ്ട്. അത് സെക്കൻഡ് വാക്യത്തിലല്ല, ഇംഗ്ലീഷിലേക്ക് വന്നാൽ ടോസ്ഡ് ടു ആൻഡ് ഫ്രോ വിത്ത് സം ഡോക്ട്രിൻസ്. ചില ഉപദേശങ്ങളാൽ കാറ്റിനാൽ അലയുന്നത് പോലെ. ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചേ. Ephesians 4:14. മതി കണ്ടില്ലേ? ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ എന്ന് പറഞ്ഞാൽ പല ഉപദേശങ്ങളെ കൈവച്ചുകൊണ്ട് നടക്കുക. Such people cannot be godly. Praise God. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് കാണിച്ചു തന്ന ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹോൾഡ് ഫാസ്റ്റ് ചെയ്ത് അതിൽ കൺവിൻസ്ഡ് ആകുക, അതിനുവേണ്ടി നിൽക്കുക. അതാണ് ഡിസിപ്ലിൻഡ് ഇൻ ഫെയ്ത്ത്. 1 കൊരിന്ത്യർ 16:13 പറഞ്ഞ് ഒന്ന് വായിച്ചേ. ഉണർന്നിരിക്കുവിൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ, പുരുഷത്വം കാണിക്കുവിൻ, ശക്തിപ്പെടുവിൻ. ഉണർന്നിരിക്കുവിൻ. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിച്ചേ. 1 Corinthians 16:13. വായിച്ചേ. Stand fast in faith. Yes. Behave like men. Don't be like the child. Childish ആവരുതെന്ന. Matured men ആയിട്ട് നിൽക്കണം. വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കണം. ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം ഫെയ്ത്തിൽ. ഞാനതവിടെ നിർത്തുകയാണ്. പ്രൈസ് ഗാഡ്. കാരണം എന്നാണെന്നറിയാമോ? റോമാലേഖനം 10:17 പറയുന്നു, റോമൻസ് 10:7 പറയുന്നു, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പ്രസംഗിക്കുന്നവരായിട്ട് നിൽക്കുക. അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ഉപയോഗിക്കാൻ പറ്റൂ. If I am not faithful to what God has revealed to me, God won't be able to treat me or show me as a professor of that faith. ഒരു ഭക്തൻ്റെ പ്രത്യേകതയാണ്. അടുത്ത 5-8 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 2 പോയിന്റ്സ് പറഞ്ഞു നിർത്തുകയാണ്. ഡിസിപ്ലിൻഡ് ഇൻ ഫെയ്ത്ത്, വിശ്വാസം അഭ്യസിച്ച വ്യക്തിയായിരിക്കണം. കാരണം അഭ്യസിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ വിൽ ബി ഗുഡ് ഇൻ ദാറ്റ്, സ്ട്രോങ് ഇൻ ദാറ്റ്, കൺവിൻസ്ഡ് ഇൻ ദാറ്റ്. അടുത്തത് ടീച്ചബിലിറ്റി. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ ഗോഡ്ലി പേഴ്സൺ. ടീച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കർത്താവ് പറയുന്നതനുസരിച്ച് മാറുവാൻ തക്കവണ്ണമുള്ള വില്ലിങ്നെസ് നമുക്കുണ്ടാവണം. 25 വർഷം കൊണ്ട് ഞാനിത് ശരിയാ എന്ന് പറഞ്ഞാലോ കർത്താവ് എന്നെ അത് തെറ്റാന്ന് കാണിച്ചു തന്നാൽ എനിക്ക് മാറുവാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം.
ഇന്നും പലരും നമുക്കറിയത്തില്ലയോ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സ്നാനപ്പെട്ട പലരും ഇന്ന് സ്നാനത്തെ തടയുന്ന സഭകളിൽ ഇന്നും നിൽപ്പുണ്ട് അല്ലേ? എനിക്കറിയാവുന്ന പലരുമുണ്ട്. കാരണം അനേകർക്ക് കർത്താവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് സ്നാനം മാത്രമാണ്. സ്നാനപ്പെട്ടതാണെന്നോ ഓക്കെയാണ്, പക്ഷേ ദൈവവചനത്തിൽ എത്രമാത്രം കൽപ്പനകളുണ്ടെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ തന്നെ 613 കൽപ്പനകളുണ്ട്. 613 commandments in the Old Testament, and in the New Testament 1057 commandments are there. ഇത് എവിടെയാ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ സഭയിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സഭയിലേക്ക് കടന്നു വരേണ്ടത് നമ്മൾ. അതുകൊണ്ടാണ് ദൈവസഭയോട് ചേർന്ന് പോകേണ്ടത്. പക്ഷെ ചിലരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഒരു കൽപ്പന അനുസരിക്കും. ഏതാ സ്നാനം. എന്നിട്ട് എവിടെ നിൽക്കുമെന്നറിയാമോ? നിന്നിടത്ത് തന്നെ നിൽക്കും. ദേ ആർ നോട്ട് ടീച്ചബിൾ. അവർ ദൈവവചനത്തിന് കീഴ്പ്പെടുന്നില്ല. ആരോ എന്തോ പറഞ്ഞു, അത് സമ്മതിച്ചു, ചെയ്തു, അവിടെ നിന്നു. ടീച്ചബിലിറ്റി നമുക്കുണ്ടാവണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ പറഞ്ഞു, കർത്താവ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, പിടിക്കാമെന്ന് കരുതി. അല്ലേ? ആരെങ്കിലും ഒന്ന് വായിച്ച ആ വാക്യം. ആ ആ ആ ആ ആ മതി സിസ്റ്ററെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പൗലോസ് പറയുകയാണ്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ലെന്ന്. I am pressing on to perfection. If God tells me something today, I will take it. I am a student. പക്ഷെ നമുക്ക് പലർക്കും അങ്ങനെയല്ല. നമുക്ക് എന്താണെന്നറിയാമോ? ആരെങ്കിലും നമ്മളെ കറക്റ്റ് ചെയ്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയും, ഐ ഹാവ് ബീൻ എ ബിലീവർ ഫോർ മെനി നമ്പർ ഓഫ് ഇയേഴ്സ്. എത്രയോ വർഷങ്ങളായി, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ബിലീവർ ആയിരുന്നു ചിലർ ഇവർ പറഞ്ഞു കളയും. അല്ലേ? There is no teachability. There is no teachability. We cannot say sorry. നമുക്ക് സോറി എന്ന് പറയാൻ പറ്റത്തില്ല. സോറി, ഐ ആം റോങ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖം ഉപയോഗിച്ച്, പല്ലുപയോഗിച്ച്, നഖവും പല്ലും ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു മലയാളം യൂസേജാണ്. നഖവും പല്ലും ഉപയോഗിച്ച്, അല്ലെങ്കിൽ ടീത്ത് ആൻഡ് നെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വിൻ ഓവർ ചെയ്യുക, മറ്റുള്ളവരെ ജയിക്കുക, വാക്കുകൾ ഉപയോഗിച്ച് വാദിച്ച് ജയിക്കുക. എന്നാൽ നമുക്കറിയാം, അതിനകത്തൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തെറ്റാന്ന് നമുക്കറിയാം. ടീച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളത്. കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ, ഇതുവരെ കാണാത്തത്, ഇതുവരെ വെളിപ്പെടുത്താത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ അതിനെ സമീപിക്കുക, അതിനെ സമർപ്പിക്കുക. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-11 വാക്കുകളൊന്ന് വായിച്ചാൽ മാത്രം മതി. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മകനെ, Hebrews 12:10-11. ആ, ശിക്ഷയെക്കുറിച്ചാണ് കർത്താവ്. അതിന് മോളിൽ നിന്ന് വരുമ്പോൾ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതിനകത്ത് മകനെ, ആ ഇതൊന്ന് നോക്കിയേ. കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുതെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വിചാരിക്കും കർത്താവ് ശിക്ഷിക്കുക എന്ന് പറയുന്നത് മാരകമായ രോഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവനെ അടിച്ച് തകർത്തിട്ട്, എന്നിട്ട് വേദനയൊക്കെ വരുമ്പോൾ, പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും, പാപങ്ങൾ ഏറ്റുപറയും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് അങ്ങനെ ഒരു അടി അടിക്കാൻ നമുക്കെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആരും എഴുന്നേക്കുമോ? അവിടെ കർത്താവിൻ്റെ ലെവലിൽ ഒരു അടി അടിക്കുക. ഈ ഇരിക്കുന്ന 2 വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ കൈമടക്കി ഒരു ഇടിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് എഴുന്നേക്കുമോ? പക്ഷെ ഒരു 2 വയസ്സുകാരൻ ഇടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആ സമപ്രായത്തിലാണ് ഇടിക്കുന്നത്. ദൈവം ആരെങ്കിലും ഇടിക്കുന്നത് ദൈവത്തിൻ്റെ ലെവലിലാണ് ഇടിക്കുന്നത്, പിന്നെ അവൻ എഴുന്നേക്കുമോ? എൻ്റെ അറിവിൽ ദൈവം ഒരുത്തനെ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ആ ആളിപ്പോഴേ അവിടെ നിന്ന് പോയി. ആരാ? പിശാച്. മനുഷ്യനെ ദൈവത്തിന് അങ്ങനെ അടിക്കാൻ പറ്റില്ല, ദൈവത്തിന് അങ്ങനെ ഇടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ചില പ്രയാസങ്ങൾ, ശോധനകൾ ചില സന്ദർഭങ്ങളിൽ അനുവദിക്കും. കാരണം വചനത്തിൽ പറയുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതിനൊരു തെളിവാണ് അടുത്ത വാക്യത്തിൽ. മകനെ, ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ നിങ്ങൾ. അവൻ ശാസിക്കുമ്പോൾ, ശാസിക്കുകയാണ് ദൈവം. ശാസ്ത്രയിലൂടെയാണ് ദൈവം കറക്റ്റ് ചെയ്യുന്നത്. ദൈവം എങ്ങനെ ശാസിക്കുന്നതെന്ന് അറിയാമോ? സ്വപ്നത്തിൽ വന്ന് ശാസിക്കുന്നുണ്ടാകാം കർത്താവ് ചിലരെ. എന്നാൽ പ്രൈമറിലി ദൈവവചനത്തിലൂടെയാണ് കർത്താവ് ശാസിക്കുന്നത്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുഷിയരുതെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ചിലർ പറയും, ദൈവം എന്നെ ശാസിക്കാമെങ്കിൽ ഞാൻ മുഷിയത്തില്ല, പക്ഷേ സഭയുടെ ശുശ്രൂഷകൻ ശാസിച്ചാൽ ഞാൻ മുഷിയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം നിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഇതിലെ കൂടെ BBC-ക്കകത്തൂടെ വരുമോ?
ദൈവത്തിൻ്റെ വചനം നിൻ്റെയും എൻ്റെയും അടുക്കലേക്ക് വരുന്നത് നിന്നെ ആരുടെ കീഴിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നുവോ, ഏത് സഭയുടെ ശുശ്രൂഷയുടെ കീഴിലാക്കി വെച്ചിരിക്കുന്നുവോ, ഏത് സഭയുടെ ഭാഗമാക്കി വെച്ചിരിക്കുന്നുവോ, ആ സഭയിൽ വെളിപ്പെടുന്ന ശുശ്രൂഷകളിലൂടെയാണ് ദൈവം നിന്നോട് സംസാരിക്കുന്നത്, ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഇതാ ടീച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന ഒരാളല്ല, മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നവരുമാണ്. ചിലപ്പോൾ എൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ മക്കളെക്കാൾ പ്രായം കുറവുള്ള കൊച്ചുങ്ങളായിരിക്കാം. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തെന്നറിയാമോ? കർത്താവേ, ഈ കുഞ്ഞിലൂടെ എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ പ്ലീസ് സ്പീക്ക് ടു മൈ ഹാർട്ട്, ഐ വിൽ ടേക്ക് ഇറ്റ്. ഇല്ലേ, നമ്മുടെ സഭയിൽ കുഞ്ഞുങ്ങളൊക്കെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? അവരൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പുസ്തകവും ബൈബിളിനകത്തുനിന്ന് അടുത്ത മെസ്സേജിനുള്ള ഭാഗമല്ല ഞാൻ നോക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഈ കുഞ്ഞിലൂടെ ദൈവം എന്നോട് സംസാരിക്കുമോ എന്തെങ്കിലും. അല്ലെ ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങിനകത്ത് കാണാം പോകാൻ ഇടയാകുക എന്ന് വെച്ചോ, ഓ സഹോദരിമാരാ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ലെന്നല്ല. കർത്താവേ, അങ്ങേക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ സഹോദരങ്ങളിലൂടെ സംസാരിക്കും, സഹോദരിമാരിലൂടെ സംസാരിക്കും. ഞാൻ അങ്ങനെ പോകുന്നില്ല, അഥവാ പോയാൽ സഹോദരന്മാരുടെ ഫെലോഷിപ്പിലാണെങ്കിൽ സഹോദരന്മാരെ എൻ്റെ പകുതി പ്രായമുള്ളവർ കാണും അതിനകത്ത്. ഇതാ ടീച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ പ്രത്യേകത അതാ. കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി എപ്പോഴും ചെവി ഓർക്കുക. ആ ശബ്ദം കേൾക്കുമ്പോൾ അത് പറയുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയുടെ പ്രായമോ പ്രാഗൽഭ്യമോ അല്ല ഞാൻ നോക്കുന്നത്, ആ വ്യക്തിയിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു. ആ പ്രായവും പ്രാഗൽഭ്യവും ദൈവം നോക്കിക്കൊള്ളും. ബിക്കോസ് ഹി ഈസ് ദ വൺ ഹൂ ഹാസ് ദി അതോറിറ്റി ടു മാർക്ക് സമ്മൺ. ഒരാൾക്ക് മാർക്ക് ഇടുവാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. പ്രൈസ് ഗാഡ്. ഇതാ ടീച്ചബിലിറ്റി. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരെയും കയറി കറക്റ്റ് ചെയ്യാൻ പോകരുത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാവരെയും കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ഈ മെസ്സേജ് കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് പലയിടത്തും. അവരോടൊക്കെ ഉള്ളതും അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ഒരു വാണിങ്. എല്ലാവരെയും കയറി കറക്റ്റ് ചെയ്യാൻ പോകരുത് കേട്ടോ. ദൈവവചനത്തിൽ മനോഹരമായ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം, Proverbs chapter 9 verse 7 to 9. സദൃശവാക്യങ്ങൾ 9-7 മുതലുള്ള വാക്യങ്ങൾ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭർസിക്കുന്നവന് കറ പറ്റുന്നു. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ ശാസിക്കുക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭൃതി പ്രാപിക്കും. 7-ാമത്തെ വാക്യം. He that reproves a scorner gets to himself shame, and he that rebukes a wicked man getting himself a blot. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു വ്യക്തി നമ്മൾ പറയുന്നത് അംഗീകരിക്കത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ never ever try to correct that person, whether it is a man or a woman, whether it is at workplace or at home or even in his church. ദൈവസഭയിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, ഭവനത്തിലായിക്കൊള്ളട്ടെ, ഒരാൾ നീ പറയുന്നത് അംഗീകരിക്കത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് പറയാൻ പോകണ്ട, വിട്ടേര്. കാരണം നിന്നെ പരിഹസിക്കുമെന്ന് ഞാൻ നിന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നടക്കും, നിന്നെ നശിപ്പിച്ചു കളയും. ദുഷ്ടനെ ഭർസിക്കുന്നതിന് കറ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ദുഷ്ടൻ്റെ അടുത്ത് ഭർസിക്കാൻ പോയി കഴിഞ്ഞാൽ ബ്ലോട്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ചിലപ്പോൾ എന്തെങ്കിലും പാട് വരുമെന്ന് നമ്മുടെ ദേഹത്ത്, തല്ലു വാങ്ങിക്കുമെന്ന് നമുക്ക്, നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്ന അവൻ കൈമടക്കി 2 തന്നിരിക്കും നമുക്ക്. നമ്മൾ ഭർസിക്കാൻ പോകുന്നത്, നമ്മൾ അറിയണം ആരെയാണ് നമ്മൾ ഉപദേശിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ അധികാരത്തിന് കീഴിൽ തന്നിട്ടുള്ളവരെ മാത്രമേ നമ്മൾ ഉപദേശിക്കാൻ പോകാവൂ. സഹോദരന്മാരെ, മറ്റു കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. യു ഗോട്ട് ബി വെരി വെരി കെയർഫുൾ വെൻ യു ആർ കറക്റ്റിംഗ് അതർ ചിൽഡ്രൻ ഹു ആർ നോട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളല്ലാത്ത, നമ്മുടെ മക്കളല്ലാത്ത മറ്റു കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പിള്ളേർ പറഞ്ഞുണ്ടാക്കിക്കളയും. സൂക്ഷിക്കണം നിങ്ങൾ. You got to be very, very careful. My children, have this humble attitude in your life, teachability. Lord, if you want to speak to me through anybody, I am willing to submit and to receive that correction to my life. നമ്മുടെ സഹോദരങ്ങളെ, നമുക്ക് ആ ചിന്ത ഉണ്ടാവട്ടെ. ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, കൂട്ടുകാരുടെ മധ്യത്തിലായിക്കൊള്ളട്ടെ, സഭയിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, നമുക്ക് ആറ്റിറ്റ്യൂഡ് പറഞ്ഞ ടീച്ചബിലിറ്റി. കർത്താവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഏറ്റെടുക്കുവാൻ ഉള്ള മനസ്സ്. ഞാൻ വേഗം പോട്ടെ, സമയം ഒത്തിരി മുന്നേ പോയി. 8 മിനിറ്റ് എന്ന് പറഞ്ഞു, അതിൽ കൂടുതലായിപ്പോയി. ദ ഫൈനൽ പോയിന്റ്.
എ ഗോഡ്ലി മാൻ ലുക്സ് ടു ഇറ്റേണിറ്റി. ഒരു ഭക്തൻ്റെ നോട്ടം നിത്യതയിലേക്കായിരിക്കും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കൂടുതലായിട്ട്. എന്നാൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹി ഡസൻ ലിവ് ഫോർ ടെമ്പററി തിങ്സ് ബട്ട് ഹി ലിവ്സ് ഫോർ വാട്ട് മാറ്റേഴ്സ് ഫോർ എവർ. ഈ ലോകത്തിലുള്ളതിലൊന്നും പുള്ളിക്കാരന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട്, സഹോദരിമാരും ഉണ്ട് കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട. ഈ ലോകത്തിലുള്ളതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലെന്നേ. ഈ ലോകത്തിലെ ഒത്തിരി ആൾക്കാരെ കൂട്ടുക, ഭയങ്കരമായ സെറ്റപ്പൊക്കെ നടത്തുക. എന്തിന്? എത്ര നാളുണ്ടാകും ഈ സെറ്റപ്പ് മുന്നോട്ട് നയിക്കാൻ? നമ്മൾ അത് കർത്താവിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കടന്നു വന്നവരെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുക. എണ്ണമല്ല അവിടെ വിഷയം. കടന്നു വന്നവരെ, കർത്താവ് കൊണ്ടുവന്നവരെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുക. ഒരു ഭക്തൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഭക്തൻ്റെ നോട്ടം നിത്യതയിലേക്കായിരിക്കും, ഈ ലോകത്തിനപ്പുറത്തേക്കുള്ളതായിരിക്കും. എൻ്റെ നിത്യഭവനം അവിടെയാണ്. ഈ ലോകത്തിൽ 80, 100, 120 വർഷം ഞാൻ ജീവിക്കും. ഇതിനു വേണ്ടിയല്ല ഞാൻ അധ്വാനിക്കുന്നത്. നിത്യയുഗങ്ങൾ ജീവിക്കുവാനുള്ള ആ സ്ഥലത്ത് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിന് പ്രിയപ്പെട്ടവനായി, പ്രിയപ്പെട്ടവളായി എൻ്റെ ജീവിതം തീർക്കണം. 1 തീമോത്തി 6:12 ഞാൻ വായിച്ച് ഇരിക്കുക. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്നറിയാമോ? നിത്യജീവനെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ എത്താനാണ്, അല്ലേ? അതിനാണ് നമ്മളെ വിളിച്ചത്. ഈ ലോകത്തിലെ ശുശ്രൂഷകളൊക്കെ ടെമ്പററിലാണ് കേട്ടോ. എന്നെ നിങ്ങളെ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ശുശ്രൂഷകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, വിളിക്കല്ല. നമ്മുടെ വിളി എന്തിനാണെന്നറിയാമോ? നിത്യതയിലെത്താനാണ്. അതിൻ്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? ഗിഫ്റ്റിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഗിഫ്റ്റ് പൊതിഞ്ഞു വന്നിരിക്കുന്ന കളർഫുൾ പേപ്പറിന്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമ്മുടെ വീട്ടിലാരെങ്കിലും ഒരു കളർ പേപ്പറിൽ, റാപ്പിംഗ് പേപ്പർ ഉണ്ടല്ലോ, കളർ പേപ്പർ, നല്ല ഗ്ലിറ്ററിങ് പേപ്പറിനകത്ത് ഒരു ഗിഫ്റ്റും കൊണ്ട് വന്നെന്ന് വെച്ചു. ആ ഗിഫ്റ്റ് നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തെന്ന് വെച്ചു, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ. എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ദർ ഇസ് നോ ക്യാച്ച് ഇൻ ദാറ്റ്. ഇതിനകത്ത് വലിയ 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 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നുമില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അകത്തിരുന്നത് വെളിയിൽ കിടക്കുന്നത് കാണും, പുറത്തിരുന്ന കളർഫുൾ പേപ്പർ കൈ വെച്ചുകൊണ്ട് കുഞ്ഞ് വരുന്നത് കാണും. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അകത്തിരുന്ന ഗിഫ്റ്റിൻ്റെ വില കുഞ്ഞിനെ അറിയത്തില്ല, കുഞ്ഞിനെ അട്രാക്ട് ചെയ്ത് പുറത്തെ കളർഫുൾ പേപ്പർ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ഭക്തൻ്റെ പ്രത്യേകത ഈ ലോകത്തിലുള്ളതൊക്കെ വെറും കളർ പേപ്പറാണെന്ന് തിരിച്ചറിയണം. എന്നാൽ യഥാർത്ഥ ഗിഫ്റ്റ്, സ്വർഗം തന്നിരിക്കുന്ന ഗിഫ്റ്റ്, നിത്യത, രക്ഷ, അതിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് ഒരു ഭക്തൻ. മറന്നു പോകരുത്. കാരണം ഇവിടെ പറയുന്നു, അതിനായിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവ്, എനിക്ക് അവിടെ എത്തണം, എന്നോട് കൂടെയുള്ള സഹോദരങ്ങളെ അവിടെ എത്തണം. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷയ്ക്ക് കീഴെ അങ്ങ് ആരെയെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവരെയും അവിടെ എത്തിക്കണം. അല്ലാതെ കുറച്ച് നാൾ കർത്താവ് തന്ന ശുശ്രൂഷ വലുതാണ് എന്ന് പറഞ്ഞ്, കർത്താവ് തന്ന ശുശ്രൂഷ തീർച്ചയായിട്ടും വലുതാണ്. എന്തുകൊണ്ട്? കർത്താവ് വലുതായതുകൊണ്ട്. അല്ല, ശുശ്രൂഷ വലുതായതുകൊണ്ടല്ല, കർത്താവ് വലിയതായതുകൊണ്ടാണ് അതിൻ്റെ ശുശ്രൂഷ വലുതാവുന്നത്. ആ കർത്താവിൻ്റെ അടുക്കലെത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ശുശ്രൂഷകൻ എന്താ പ്രയോജനം? ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക സഹോദരങ്ങളെ. ഇതാണൊരു ഭക്തൻ. ഹല്ലേലൂയ. ഗോഡ്ലി മാൻ ലുക്സ് ടു ഇറ്റേണിറ്റി. ഒരു യഥാർത്ഥ ഭക്തൻ നിത്യതയെ ലക്ഷ്യമാക്കിയായിരിക്കും നടക്കുന്നത്. അവൻ്റെ ശുശ്രൂഷ, അവൻ്റെ പാട്ട്, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ പ്രസംഗം, അവൻ്റെ സുവിശേഷം, എല്ലാം അവളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ശുശ്രൂഷകളൊക്കെയും ഫോക്കസിങ് ആൻഡ് ടേക്കിംഗ് ഇമ്പോർട്ടൻസ് ടു ഇറ്റേണിറ്റി. നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കേട്ടത്.